ദിവ്യാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയായ വഴുതനങ്ങ തീയലാണ്. അപ്പം നമുക്കൊന്ന് കാണാം. വഴുതന നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ട് അതിനെ നമുക്ക് പിന്നെ നീളത്തിൽ അരിഞ്ഞരിഞ്ഞിടാം. ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയത്, പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്, ആവശ്യത്തിനുള്ള തേങ്ങ. നമ്മളൊരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കഷ്ണമാക്കിയിട്ട് ഇടാം. ഉള്ളി ചെറുതായിട്ട് വഴണ്ടിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇടാം. നല്ലവണ്ണം ഇളക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ലവണ്ണം ഇളക്കാം. ഇത് നല്ലവണ്ണം എണ്ണയിൽ കിടന്ന് വയറണം. വേറൊരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിത് തേങ്ങ ചുമക്കുന്ന വരെ ഒന്ന് ചെറു ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. പുളി കുതിരാനായിട്ട് നമുക്ക് വെള്ളത്തിലിടാം. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമ്മൾ തേങ്ങ മൂപ്പിക്കുന്നത് മൂത്ത് വരുന്നുണ്ട്. കളർ മാറിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കളർ മാറി വരണം. കഷ്ണങ്ങൾ വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ വയറാനുണ്ട്. നമ്മുടെ കഷ്ണങ്ങൾ വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളി ചേർക്കാം. പുളിയും കഷ്ണവുമായിട്ടൊന്ന് വേവണം. നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർക്കാം. മല്ലിപ്പൊടി അല്പം, മുളക് പൊടി ഒരു 1.5 സ്പൂൺ ചേർക്കാം. നല്ലവണ്ണം ഒന്ന് അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിക്കാം. നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അരയ്ക്കാം. ഇനി ഇത് വെള്ളം ചേർത്ത് നല്ലവണ്ണം കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം. പരുവത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരയ്ക്കാം. നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറൂടെ കഴുകി ഇതിലേക്ക് ചേർക്കാം. നമുക്കിതിനെ ഒന്ന് കൂട്ടിച്ചേർക്കാം. അരപ്പൊഴിച്ച് അധികം തിളയ്ക്കാൻ പാടില്ല. ഒരു തിളച്ച് ഉപ്പുമൊക്കെ നോക്കി നമുക്ക് കടുവറുത്ത് എടുക്കാം. ഈ ഒരു സമയം പുളി ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാൻ അല്പം ചേർത്തിട്ടുണ്ട്. ഇച്ചിരി പുളി കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ തീയലിനും ഉപ്പും പുളിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പരുവാണ്. തിളയും കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുവറുക്കാം. നമുക്കിതിലേക്ക് കടു താളിക്കാം. നമ്മുടെ അടിപൊളി വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒരു തീയലുണ്ടാക്കാൻ. പിന്നെയും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ചെയ്യണേ.